സിനിമയെ വെല്ലുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളുടെ പല താരങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമയിൽ എന്ന പോലെ തന്നെ താരങ്ങളുടെ ജീവിതത്തിലും വിവാഹവും വിവാഹമോചനങ്ങളും തുടർക്കഥയാവുകയാണ്. മലയാള സിനിമയിലെ ചില താരങ്ങളുടെ വിവാഹമോചനവും അവരുടെ പുനർവിവാഹങ്ങളും. ജഗതി ശ്രീകുമാർ 1976 ജഗതി ശ്രീകുമാറും മല്ലികയും വിവാഹം കഴിച്ചത്. മാർ ഇവാനിയോസ് കോളേജിലെ സകലകലാ വല്ലഭനായ ജഗതി ശ്രീകുമാറും വിമൻസ് കോളേജിലെ മിന്നും താരം മല്ലികയും തമ്മിൽ അഗാധമായ പ്രണയത്തിലായി. കലയായിരുന്നു ഇരുവരെയും ഒന്നിപ്പിച്ചത്. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഇരുവരും ഒളിച്ചോടി വിവാഹിതരായി. എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും 1979 ഇരുവരും വേർപിരിയുകയും ചെയ്തു. തുടർന്ന് ജഗതി 1984 ശോഭയെ വിവാഹം ചെയ്തു. മല്ലിക സുകുമാരൻ ജഗതിയുമായി വേർപിരിഞ്ഞതിന് ശേഷം മല്ലിക അന്ന് സൂപ്പർ താരമായി ഉയർന്നു വന്നിരുന്ന സുകുമാരനെ വിവാഹം ചെയ്തു. മനോജ് കെ ജയൻ മലയാള സിനിമയിൽ മാധ്യമങ്ങൾ ആഘോഷമാക്കിയ മറ്റൊരു താരവിവാഹമായിരുന്നു മനോജ് കെ ജയൻ്റേതും ഉർവശിയുടേതും. എന്നാൽ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലും അധികം ആയുസില്ലായിരുന്നു. 2000 വിവാഹം ചെയ്ത ഇരുവരും 2008 വിവാഹമോചിതരായി. ഉർവശിയുടെ മദ്യപാനമാണ് വേർപിരിയലിനുള്ള കാരണമായി മനോജ് കെ ജയൻ അന്ന് പറഞ്ഞത്. ഇരുവർക്കും ഒരു മകളുമുണ്ട്. വേർപിരിയലിന് ശേഷം മനോജ് കെ ജയനൊപ്പമാണ് മകൾ. തുടർന്ന് 2011 മനോജ് കെ ജയൻ വീണ്ടും വിവാഹിതനായി. ഈ ബന്ധത്തിൽ താരത്തിന് ഒരു മകനുണ്ട്. അംബിക 1988 നടി അംബികയുടെ ആദ്യ വിവാഹം. NRI ആയ ഷിനു ജോൺ ആയിരുന്നു വരൻ. 1998 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് 2000 നടൻ രവികാന്തിനെ അംബിക വിവാഹം ചെയ്തു. എന്നാൽ ആ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 2002 അംബിക വീണ്ടും വിവാഹമോചിതയായി. മുകേഷ് നടനും ജനപ്രതിനിധിയും ഒക്കെയായ മുകേഷും 2 വിവാഹങ്ങൾ ചെയ്തയാളാണ്. നടി സരിതയായിരുന്നു മുകേഷിന്റെ ആദ്യ ഭാര്യ. മുകേഷിന്റെ 2ാം വിവാഹം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2007 സരിതയും മുകേഷും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. എന്നാൽ തന്നിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് മുകേഷ് മീതൽ ദേവിയെ വിവാഹം ചെയ്തതെന്നാണ് സരിതയുടെ വാദം. ഒപ്പം 25 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം മുകേഷിന് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കാമായിരുന്നെന്നും സരിത അന്ന് പറഞ്ഞിരുന്നു. സായ് കുമാർ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചനമായിരുന്നു സായ് കുമാറിൻ്റേത്. 20 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതമായിരുന്നു സായ് കുമാർ അവസാനിപ്പിച്ചത്. തുടർന്ന് നടി ബിന്ദു പണിക്കരെ സായ് കുമാർ വിവാഹം ചെയ്തു. തൻ്റെ ആദ്യ വിവാഹത്തിൽ സായ് കുമാറിന് ഒരു മകളുമുണ്ട്. ഗണേഷ് നടനും ജനപ്രതിനിധിയും ഒക്കെയായ ഗണേഷിൻ്റെയും ആദ്യ ദാമ്പത്യ ജീവിതം വിജയകരമായിരുന്നില്ല. 1994 ഗണേഷ് യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്തത്. തുടർന്ന് 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഇരുവരും വിവാഹമോചിതരായി. ഇരുവരുടെയും വിവാഹമോചനം സംബന്ധിച്ച് ഏറെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്ന് യാമിനി ഒരിക്കൽ ആരോപിച്ചിരുന്നു. എന്നാൽ യാമിനി തന്നെയാണ് ശാരീരികമായി പീഡിപ്പിച്ചതെന്നതിന് തെളിവുമായി ഗണേഷും രംഗത്തെത്തിയിരുന്നു. യാമിനിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം 2014 ഗണേഷ് ഒരു പ്രമുഖ മലയാളം ചാനലിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ബിന്ദു മേനോനെ വിവാഹം ചെയ്തു. ബിന്ദു പണിക്കർ തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മരണശേഷം 8 വർഷത്തോളം ഒറ്റയ്ക്കായിരുന്നു ബിന്ദു പണിക്കർ ജീവിച്ചത്. തുടർന്ന് നടൻ സായ് കുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തു. ആദ്യ ബന്ധത്തിൽ ബിന്ദു പണിക്കർക്ക് ഒരു മകളുമുണ്ട്. ഉർവശി മനോജ് കെ ജയനുമായുള്ള വേർപിരിയലിന് ശേഷം ചെന്നൈ ബേസ്ഡ് ബിൽഡിംഗ് കമ്പനി ഓണർ ശിവപ്രസാദിനെ ഉർവശി ജീവിത പങ്കാളിയാക്കി. 2013 ഈ വിവാഹം. ശാന്തി കൃഷ്ണ 1984 കരിയറിന്റെ നല്ല സമയത്തായിരുന്നു നടി ശാന്തി കൃഷ്ണയും ശ്രീനാഥും വിവാഹിതരായത്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 1995 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് ശാന്തി കൃഷ്ണ എസ് ബജൗരെ എന്ന ബിസിനസ്മാനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ മിഥുൽ, മൈഥിലി എന്നീ 2 മക്കളുമുണ്ട് ഇരുവർക്കും. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 2016 ഇരുവരും വിവാഹമോചിതരായി. ബാബുരാജ് നടി വാണി വിശ്വനാഥിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബാബുരാജ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. ആ ബന്ധത്തിൽ അഭയ്, അക്ഷയ് എന്നീ 2 ആൺമക്കളുമുണ്ട് താരത്തിന്. ആദ്യ ഭാര്യയുമായി പിരിഞ്ഞതിന് ശേഷം 2002 ബാബുരാജ് വാണി വിശ്വനാഥിനെ ജീവിത പങ്കാളിയാക്കുന്നത്. ശരത് കുമാർ നടനും രാഷ്ട്രീയക്കാരനുമൊക്കെയായ ശരത് കുമാറിന്റെ ആദ്യ വിവാഹം 1984 തുടർന്ന് 2001 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് നടി രാധികയെ ശരത് കുമാർ വിവാഹം ചെയ്തു. ശരത് കുമാറിന്റെ ആദ്യ ബന്ധത്തിലെ മകളാണ് നടി വരലക്ഷ്മി. രാധിക 80കളിൽ മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കുമൊപ്പം അഭിനയിച്ച താരമാണ് രാധിക. നടൻ ശരത് കുമാർ രാധികയുടെ 3ാമത്തെ ഭർത്താവാണ്. ആദ്യം സംവിധായകനും നടനുമായ പ്രതാപ് പോത്തനായിരുന്നു രാധികയുടെ ജീവിത പങ്കാളി. തുടർന്ന് പ്രതാപ് പോത്തനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ലണ്ടൻ സ്വദേശിയായ റിച്ചാർഡ് ഹാർലിയെ രാധിക വിവാഹം ചെയ്തു. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. റിച്ചാർഡ് ഹാർലിയുമായുള്ള വേർപിരിയലിന് ശേഷമാണ് രാധിക ശരത് കുമാറിന്റെ ജീവിത പങ്കാളിയാവുന്നത്.
ദിലീപ്. 1998 നടി മഞ്ജു വാര്യരെയായിരുന്നു ദിലീപ് ആദ്യം വിവാഹം ചെയ്തത്. തുടർന്ന് 16 വർഷങ്ങൾക്ക് ശേഷം 2014 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് ദിലീപ് കാവ്യയെ തൻ്റെ ജീവിതവധുവാക്കി. മാധ്യമങ്ങൾ ഏറെ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ദിലീപിൻ്റേതും കാവ്യയുടേതും. ഞെട്ടലോടെയായിരുന്നു സിനിമാ ലോകവും പ്രേക്ഷകരും ഈ വിവാഹ വാർത്തയെ വരവേറ്റത്. മകൾ മീനാക്ഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. കാവ്യ. 2014 കാവ്യയുടെ ആദ്യ വിവാഹം. പ്രവാസി മലയാളിയായ നിശാൽ ചന്ദ്രയായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവ്. എന്നാൽ മാസങ്ങൾ മാത്രമേ ഈ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നുള്ളൂ. തുടർന്ന് ഇരുവരും വിവാഹമോചിതരായി. അന്ന് മുതൽ ഗോസിപ്പ് കോളങ്ങൾ കാവ്യ ദിലീപ് വിവാഹത്തെക്കുറിച്ച് വാർത്തകൾ ചെയ്തിരുന്നു. ഒടുവിൽ 2016 കാവ്യ ദിലീപിൻ്റെ ജീവിത പങ്കാളിയായി. സീത. വിനോദയാത്ര, തന്മാത്ര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതയായ താരമാണ് സീത. സീതയുടെ ആദ്യ വിവാഹം 1990 പാർത്ഥിപനുമായിട്ടായിരുന്നു. 2000 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് 2010 സതീഷ് എന്ന TV ആങ്കറുമായി സീത ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു. ലിവ് ഇൻ ടുഗദറായിരുന്ന ആ ബന്ധവും അധികം നീണ്ടു നിന്നില്ല. 2016 ഇരുവരും വേർപിരിഞ്ഞു. ഷീല. നടി ഷീലയുടെ ആദ്യ വിവാഹം സേവ്യറുമായിട്ടായിരുന്നു. പിന്നീട് നടൻ രവിചന്ദ്രനെ ഷീല ജീവിത പങ്കാളിയാക്കി. എന്നാൽ ഈ ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ചു. ജയഭാരതി. ഹരിപോത്തനെയായിരുന്നു ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത്. 1974 ഈ വിവാഹം. ഹരിപോത്തനുമായി വേർപിരിഞ്ഞ ശേഷം 1979 നടൻ സത്താറിനെ ജയഭാരതി വിവാഹം ചെയ്തു. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 1987 ഇരുവരും വിവാഹമോചിതരായി. പ്രതാപ് പോത്തൻ. രാധികയുമായി വിവാഹമോചനമായ ശേഷം പ്രതാപ് പോത്തനും മറ്റൊരു വിവാഹം കഴിച്ചു. 1990 അമല സത്യാനന്ദയുമായുള്ള പ്രതാപ് പോത്തൻ്റെ വിവാഹം നടന്നത്. എന്നാൽ ഇരുവരും 2012 വേർപിരിഞ്ഞു. ജ്യോതിർമയി. 2004 ജ്യോതിർമയുടെ ആദ്യ വിവാഹം. നിശാന്ത് കുമാർ ആയിരുന്നു വരൻ. 2011 ഇരുവരും വേർപിരിയുകയും തുടർന്ന് ജ്യോതിർമയി ആ വർഷം തന്നെ സംവിധായകൻ അമൽ നീരദിനെ വിവാഹം ചെയ്യുകയും ചെയ്തു. സിനിമയെ വെല്ലുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളുടെ പല താരങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സിനിമയിൽ എന്ന പോലെ തന്നെ താരങ്ങളുടെ ജീവിതത്തിലും വിവാഹവും വിവാഹമോചനങ്ങളും തുടർക്കഥയാവുകയാണ്. മലയാള സിനിമയിലെ ചില താരങ്ങളുടെ വിവാഹമോചനവും അവരുടെ പുനർവിവാഹങ്ങളും. ജഗതി ശ്രീകുമാർ. 1976 ജഗതി ശ്രീകുമാറും മല്ലികയും വിവാഹം കഴിച്ചത്. മാർ ഇവാനിയോസ് കോളേജിലെ സകലകലാ വല്ലഭനായ ജഗതി ശ്രീകുമാറും വിമൻസ് കോളേജിലെ മിന്നും താരം മല്ലികയും തമ്മിൽ അഗാധമായ പ്രണയത്തിലായി. കലയായിരുന്നു ഇരുവരെയും ഒന്നിപ്പിച്ചത്. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഇരുവരും ഒളിച്ചോടി വിവാഹിതരായി. എന്നാൽ പിന്നീട് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും 1979 ഇരുവരും വേർപിരിയുകയും ചെയ്തു. തുടർന്ന് ജഗതി 1984 ശോഭയെ വിവാഹം ചെയ്തു. മല്ലിക സുകുമാരൻ. ജഗതിയുമായി വേർപിരിഞ്ഞതിന് ശേഷം മല്ലിക അന്ന് സൂപ്പർ താരമായി ഉയർന്നു വന്നിരുന്ന സുകുമാരനെ വിവാഹം ചെയ്തു. മനോജ് കെ ജയൻ. മലയാള സിനിമയിൽ മാധ്യമങ്ങൾ ആഘോഷമാക്കിയ മറ്റൊരു താരവിവാഹമായിരുന്നു മനോജ് കെ ജയൻ്റേതും ഉർവശിയുടേതും. എന്നാൽ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിനും അധികം ആയുസില്ലായിരുന്നു. 2000 വിവാഹം ചെയ്ത ഇരുവരും 2008 വിവാഹമോചിതരായി. ഉർവശിയുടെ മദ്യപാനമാണ് വേർപിരിയലിനുള്ള കാരണമായി മനോജ് കെ ജയൻ അന്ന് പറഞ്ഞത്. ഇരുവർക്കും ഒരു മകളുമുണ്ട്. വേർപിരിയലിന് ശേഷം മനോജ് കെ ജയനൊപ്പമാണ് മകൾ. തുടർന്ന് 2011 മനോജ് കെ ജയൻ വീണ്ടും വിവാഹിതനായി. ഈ ബന്ധത്തിൽ താരത്തിന് ഒരു മകനുണ്ട്. അംബിക. 1988 നടി അംബികയുടെ ആദ്യ വിവാഹം. NRI ആയ ഷിനു ജോൺ ആയിരുന്നു വരൻ. 1998 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് 2000 നടൻ രവികാന്തിനെ അംബിക വിവാഹം ചെയ്തു. എന്നാൽ ആ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 2002 അംബിക വീണ്ടും വിവാഹമോചിതയായി. മുകേഷ്. നടനും ജനപ്രതിനിധിയും ഒക്കെയായ മുകേഷും 2 വിവാഹങ്ങൾ ചെയ്തയാളാണ്. നടി സരിതയായിരുന്നു മുകേഷിന്റെ ആദ്യ ഭാര്യ. മുകേഷിന്റെ രണ്ടാം വിവാഹം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2007 സരിതയും മുകേഷും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. എന്നാൽ തന്നിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് മുകേഷ് മീതൽ ദേവിയെ വിവാഹം ചെയ്തതെന്നാണ് സരിതയുടെ വാദം. ഒപ്പം 25 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം മുകേഷിന് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കാമായിരുന്നെന്നും സരിത അന്ന് പറഞ്ഞിരുന്നു. സായ്കുമാർ. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചനമായിരുന്നു സായ്കുമാറിൻ്റേത്. 20 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതമായിരുന്നു സായ്കുമാർ അവസാനിപ്പിച്ചത്. തുടർന്ന് നടി ബിന്ദു പണിക്കരെ സായ്കുമാർ വിവാഹം ചെയ്തു. തൻ്റെ ആദ്യ വിവാഹത്തിൽ സായ്കുമാറിന് ഒരു മകളുമുണ്ട്. ഗണേഷ്. നടനും ജനപ്രതിനിധിയുമൊക്കെ ഗണേഷിൻ്റെയും ആദ്യ ദാമ്പത്യ ജീവിതം വിജയകരമായിരുന്നില്ല. 1994 ഗണേഷ് യാമിനി തങ്കച്ചിയെ വിവാഹം ചെയ്തത്. തുടർന്ന് 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഇരുവരും വിവാഹമോചിതരായി. ഇരുവരുടെയും വിവാഹമോചനം സംബന്ധിച്ച് ഏറെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്ന് യാമിനി ഒരിക്കൽ ആരോപിച്ചിരുന്നു. എന്നാൽ യാമിനി തന്നെയാണ് ശാരീരികമായി പീഡിപ്പിച്ചതെന്നതിന് തെളിവുമായി ഗണേശും രംഗത്തെത്തിയിരുന്നു. യാമിനിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം 2014 ഗണേഷ് ഒരു പ്രമുഖ മലയാളം ചാനലിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ബിന്ദു മേനോനെ വിവാഹം ചെയ്തു.
ബിന്ദു പണിക്കർ. തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മരണശേഷം 8 വർഷത്തോളം ഒറ്റയ്ക്കായിരുന്നു ബിന്ദു പണിക്കർ ജീവിച്ചത്. തുടർന്ന് നടൻ സായ്കുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തു. ആദ്യ ബന്ധത്തിൽ ബിന്ദു പണിക്കർക്ക് ഒരു മകളുമുണ്ട്, ഉർവശി. മനോജ് കെ ജയനുമായുള്ള വേർപിരിയലിന് ശേഷം ചെന്നൈ ബേസ്ഡ് ബിൽഡിംഗ് കമ്പനി ഓണർ ശിവപ്രസാദിനെ ഉർവശി ജീവിത പങ്കാളിയാക്കി. 2013 ഈ വിവാഹം. ശാന്തി കൃഷ്ണ. 1984 കരിയറിന്റെ നല്ല സമയത്തായിരുന്നു നടി ശാന്തി കൃഷ്ണയും ശ്രീനാഥും വിവാഹിതരായത്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 1995 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് ശാന്തി കൃഷ്ണ എസ് ബജൗരെ എന്ന ബിസിനസ്മാനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ മിഥുൽ, മൈഥിലി എന്നീ 2 മക്കളുമുണ്ട് ഇരുവർക്കും. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 2016 ഇരുവരും വിവാഹമോചിതരായി. ബാബുരാജ്. നടി വാണി വിശ്വനാഥിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബാബുരാജ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. ആ ബന്ധത്തിൽ അഭയ്, അക്ഷയ് എന്നീ 2 ആൺമക്കളുമുണ്ട് താരത്തിന്. ആദ്യ ഭാര്യയുമായി പിരിഞ്ഞതിന് ശേഷം 2002 ബാബുരാജ് വാണി വിശ്വനാഥിനെ ജീവിത പങ്കാളിയാക്കുന്നത്. ശരത് കുമാർ. നടനും രാഷ്ട്രീയക്കാരനുമൊക്കെയായ ശരത് കുമാറിന്റെ ആദ്യ വിവാഹം 1984 തുടർന്ന് 2001 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് നടി രാധികയെ ശരത് കുമാർ വിവാഹം ചെയ്തു. ശരത് കുമാറിന്റെ ആദ്യ ബന്ധത്തിലെ മകളാണ് നടി വരലക്ഷ്മി. രാധിക. 80കളിൽ മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കുമൊപ്പം അഭിനയിച്ച താരമാണ് രാധിക. നടൻ ശരത് കുമാർ രാധികയുടെ 3ാമത്തെ ഭർത്താവാണ്. ആദ്യം സംവിധായകനും നടനുമായ പ്രതാപ് പോത്തനായിരുന്നു രാധികയുടെ ജീവിത പങ്കാളി. തുടർന്ന് പ്രതാപ് പോത്തനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ലണ്ടൻ സ്വദേശിയായ റിച്ചാർഡ് ഹാർലിയെ രാധിക വിവാഹം ചെയ്തു. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. റിച്ചാർഡ് ഹാർലിയുമായുള്ള വേർപിരിയലിന് ശേഷമാണ് രാധിക ശരത് കുമാറിന്റെ ജീവിത പങ്കാളിയാവുന്നത്. ദിലീപ്. 1998 നടി മഞ്ജു വാര്യരെയായിരുന്നു ദിലീപ് ആദ്യം വിവാഹം ചെയ്തത്. തുടർന്ന് 16 വർഷങ്ങൾക്ക് ശേഷം 2014 ഇരുവരും വിവാഹമോചിതരായി. പിന്നീട് ദിലീപ് കാവ്യയെ തൻ്റെ ജീവിതവധുവാക്കി. മാധ്യമങ്ങൾ ഏറെ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ദിലീപിൻ്റേതും കാവ്യയുടേതും. ഞെട്ടലോടെയായിരുന്നു സിനിമാ ലോകവും പ്രേക്ഷകരും ഈ വിവാഹ വാർത്തയെ വരവേറ്റത്. മകൾ മീനാക്ഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. കാവ്യ. 2014 കാവ്യയുടെ ആദ്യ വിവാഹം. പ്രവാസി മലയാളിയായ നിശാൽ ചന്ദ്രയായിരുന്നു കാവ്യയുടെ ആദ്യ ഭർത്താവ്. എന്നാൽ മാസങ്ങൾ മാത്രമേ ഈ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നുള്ളൂ. തുടർന്ന് ഇരുവരും വിവാഹമോചിതരായി. അന്ന് മുതൽ ഗോസിപ്പ് കോളങ്ങൾ കാവ്യ ദിലീപ് വിവാഹത്തെക്കുറിച്ച് വാർത്തകൾ ചെയ്തിരുന്നു. ഒടുവിൽ 2016 കാവ്യ ദിലീപിന്റെ ജീവിത പങ്കാളിയായി. സീത. വിനോദയാത്ര, തന്മാത്ര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതയായ താരമാണ് സീത. സീതയുടെ ആദ്യ വിവാഹം 1990 പാർത്ഥിപനുമായിട്ടായിരുന്നു. 2000 ഇരുവരും വിവാഹമോചിതരായി. തുടർന്ന് 2010 സതീഷ് എന്ന TV ആങ്കറുമായി സീത ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു. ലിവ് ഇൻ ടുഗദറായിരുന്ന ആ ബന്ധവും അധികം നീണ്ടു നിന്നില്ല. 2016 ഇരുവരും വേർപിരിഞ്ഞു. ഷീല. നടി ഷീലയുടെ ആദ്യ വിവാഹം സേവ്യറുമായിട്ടായിരുന്നു. പിന്നീട് നടൻ രവിചന്ദ്രനെ ഷീല ജീവിത പങ്കാളിയാക്കി. എന്നാൽ ഈ ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ചു. ജയഭാരതി. ഹരിപ്പോത്തനെയായിരുന്നു ജയഭാരതി ആദ്യം വിവാഹം ചെയ്തത്. 1974 ഈ വിവാഹം. ഹരിപ്പോത്തനുമായി വേർപിരിഞ്ഞ ശേഷം 1979 നടൻ സത്താറിനെ ജയഭാരതി വിവാഹം ചെയ്തു. എന്നാൽ ഈ ബന്ധത്തിനും അധികം ആയുസില്ലായിരുന്നു. 1987 ഇരുവരും വിവാഹമോചിതരായി. പ്രതാപ് പോത്തൻ. രാധികയുമായി വിവാഹമോചനമായ ശേഷം പ്രതാപ് പോത്തനും മറ്റൊരു വിവാഹം കഴിച്ചു. 1990 അമല സത്യാനന്ദയുമായുള്ള പ്രതാപ് പോത്തൻ്റെ വിവാഹം നടന്നത്. എന്നാൽ ഇരുവരും 2012 വേർപിരിഞ്ഞു. ജ്യോതിർമയി. 2004 ജ്യോതിർമയുടെ ആദ്യ വിവാഹം. നിശാന്ത് കുമാർ ആയിരുന്നു വരൻ. 2011 ഇരുവരും വേർപിരിയുകയും തുടർന്ന് ജ്യോതിർമയി ആ വർഷം തന്നെ സംവിധായകൻ അമൽ നീരദിനെ വിവാഹം ചെയ്യുകയും ചെയ്തു.